വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓരോ അറിവുപരമായിട്ടാണ് ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. പല പ്രാവശ്യങ്ങൾ വണ്ടി എടുത്തിട്ട് ഒത്തിരി പേർക്ക് പൈസ മുടക്കി ഒക്കെ എന്നതിനൊക്കെ വേണ്ടി നമുക്കൊരു ചാനൽ വിശദമായി എല്ലാം കാണിച്ചുകൊണ്ടാണ് ഒരുപാട് ലെങ്തായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇത് 2011 വണ്ടി. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇഷ്ടാനുസരണത്തിലാണ് വണ്ടി ആദ്യമേ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഇഷ്ടാനുസരണത്തിൽ നമുക്ക് പണിഞ്ഞു കൊടുക്കാൻ പറ്റും. ആ റേറ്റിൻ്റെ അകത്ത് തന്നെ. അല്ലാത്ത റേറ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വേറെ എന്തെങ്കിലും അവർ എക്സ്ട്രാ പണിയുള്ള ഇതെല്ലാം നമുക്ക് ആ റേറ്റിൻ്റെ അകത്ത് 2011 ഇതിൻ്റെ വീഡിയോ ഫുൾ ഇനി വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ വെച്ച് ലെന്തായിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇത് 2013 ഇത് നമ്മുടെ കച്ചവടമായി വണ്ടി വാക്കാൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഇഷ്ടാനുസരിച്ച് നമ്മൾ വണ്ടി ഇത് പണിഞ്ഞെടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചനെല്ലാം പണിഞ്ഞ് കയറ്റിയിരിക്കുന്നത് മൊത്തത്തിലുള്ള വീഡിയോ നമ്മുടെ ഇതിൻ്റെ ഫുള്ള് നിങ്ങൾ ആദ്യം പോലെ ഈ വീഡിയോ ഒത്തിരി ലെന്ത് അയക്കുന്നുണ്ട്. വീഡിയോ മൊത്തം കണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് വയറിംഗ് കിറ്റ് മാറ്റി റിവേഴ്സ് മ്യൂസിക് ലൈറ്റ് LED ലൈറ്റ് കാര്യങ്ങളെല്ലാം കേബിൾ ഐറ്റങ്ങൾ എല്ലാം പുതിയ ഐറ്റങ്ങൾ കയറ്റി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. മൾഗാർഡ് ടയറ് അതുപോലെ തന്നെ ബോഡി ഇതെല്ലാം നിങ്ങൾ ഫുള്ള് ഈ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫുള്ള് ഒരു 5-8 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് 10 പൈസ അതിനകത്ത് മുടക്കേണ്ടി വരുന്നത്. എല്ലാ സാധനങ്ങളും പുതിയതാക്കി അതിന് ഒറ്റ ചാവിയിലാണ്. ഡോറിൻ്റെ ഒക്കെ ആണെങ്കിലും ഒറ്റ ചാവിയിൽ നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ അത് കാണിക്കുക. ഒറ്റ ചാവിയാണ് എല്ലാത്തിനും വരുന്നത്. ഡീസൽ ടാങ്കിനായാലും ഡോറിൻ്റെ ആയാലും എല്ലാം ഒറ്റ ഒറിജിനൽ ചാവി, ഒറ്റ ചാവി അതനുസരിച്ചാണ്. അതുപോലെ തന്നെ ലൈറ്റ് സെറ്റുകൾ ഇൻഡിക്കേറ്റർ എല്ലാം മീറ്റർ എല്ലാം പുതിയതാണ് വരുന്നത്. എന്തെല്ലാം ഉണ്ട് അത് ഇൻഡിക്കേറ്റർ എല്ലാം കത്തുന്നത് എല്ലാം വാണിംഗ് ലൈറ്റുകൾ എല്ലാം കത്തുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റേത് വൈപ്പർ എല്ലാം പണിഞ്ഞ് കയറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 4 ഇൻഡിക്കേറ്റർ എല്ലാം നമ്മുടെ എല്ലാം നമുക്ക് 4 ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ എല്ലാ സാധനങ്ങളും പുത്തൻ വണ്ടി എങ്ങനെ എടുക്കുന്നു അതുപോലെ നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്ന പോലെയാണ്. ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇച്ചിരി ലെങ്ത് ആയിരിക്കും വീഡിയോ. എടുത്തെടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെറ്റും കാര്യങ്ങളൊക്കെ തീരുന്നവരും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ വണ്ടി എടുക്കേണ്ടവർക്ക് നമ്മുടെ പുത്തൻ വണ്ടി എങ്ങനെ എടുക്കേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ സാധനങ്ങളും നമ്മൾ സഹകരണങ്ങളും പുതിയത് കയറ്റി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ബോഡി ആയാലും എല്ലാം ഇവരുടെ ഇഷ്ടാനുസരിച്ച് ഈ കമ്പിയെല്ലാം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് അത് ഇനിയിപ്പം നമ്മളിങ്ങനെ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കൂടുതലാണ് വരുന്നത്. വീണ്ടും വീണ്ടും പണി അവർക്ക് തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിടവ് കാണില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം കമ്പികളെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് കാരണം നമുക്ക് രണ്ടാമത് പെയിൻ്റ് അടിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് പിന്നെയും പണി കൂടുക. അവരുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ റേറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ നമ്മുടെ ഈ വണ്ടി എടുക്കുന്നതിൽ ഈ ചാനൽ കാണുന്നവർക്കും പ്രയോജനപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളേ നിങ്ങൾ കണ്ടു നോക്കുക. ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മളെ വിലയേറിയ കമൻറ്റുകൾ നമ്മളെ അറിയിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുന്നത് കടക്കാടം വെച്ചിട്ടായിരിക്കും, ചിലപ്പം കയ്യിലുള്ള സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടായിരിക്കും, അല്ല പലിശക്കാരനെ നിന്ന് മേടിച്ചിട്ടായിരിക്കും. ഡെയിലി വർക്ക്ഷോപ്പിൽ കയറി പൈസ മുടക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് പ്രയോജനപ്പെടണം. നമുക്ക് അതുകൊണ്ട് നമ്മളും ജീവിക്കണം അവരും ജീവിക്കണം. ആ രീതിയിലാണ് നമ്മളൊരു ഇത് തുടങ്ങിയിരിക്കുന്നത്. മുതലാവുന്ന ഒരു വണ്ടി എടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വിലയൊക്കെ വിളിച്ച് ചോദിക്കുക. അപ്പം നിങ്ങൾക്കൊരു 10 കൊല്ലത്തേക്കിന് എന്തായാലും ഈ വണ്ടിക്ക് 10 പൈസയുടെ പണി വരത്തില്ല. വലിയ പണികൾ ഒരു കേബിളൊക്കെ പൊട്ടും, സാധാരണ അതാണ്. ഡീസൽ പൈപ്പ് വരെ എല്ലാം പുതിയതിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു സാധനം പോലും നിങ്ങൾ വഴി കിടക്കാത്ത രീതിയിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം പുത്തൻ സാധനങ്ങളെല്ലാം ഇട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൈസ മുടക്കി കഴിഞ്ഞാൽ പുത്തൻ വണ്ടി എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ BS4 BS3 ആണ് മൈലേജ്. അതൊരു BS2 മൈലേജ് ഉള്ള വണ്ടിയാണ്. BS4 മൈലേജ് കുറവാണ് വണ്ടി. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. മെക്കാനിക്കലായതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ തുറന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പാടില്ല എങ്കിലും നമ്മൾ പറയുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ വ്യത്യാസങ്ങൾ. പഴയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ ബുള്ളറ്റ് എടുക്കുന്ന പോലെ തന്നെ പ്രയോജനപ്പെടും നിങ്ങൾക്ക്. നല്ല ഇതാണ് വണ്ടി. അതുപോലെ തന്നെ വലിയ വിലകളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ വണ്ടി ചിലവാകാൻ വേണ്ടിയല്ല പറയുന്നത്, നമ്മളൊരു മെക്കാനിക്കലായതുകൊണ്ട് പറയുകയാണ്. BS4 എഞ്ചിനെക്കാട്ടിലും BS3 BS2 ആണ് ഒന്നുകൂടെ നല്ലത്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എടുക്കുന്നവർ ഇങ്ങനെയൊക്കെ വണ്ടി നോക്കി എടുക്കുക. നിങ്ങൾക്ക് 10 പൈസയുടെ പണി വരത്തില്ല. എല്ലാം പുത്തൻ സാധനം അഴിച്ച് റീസെറ്റ് ചെയ്താൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പുള്ളിയുടെ ഇഷ്ടാനുസരിച്ചും പണി ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ വണ്ടി കിടക്കുന്ന വണ്ടി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പോൾ 3 വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോകൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള വീഡിയോ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഇതായിട്ട് അറിവുകളും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഫീൽഡിലോട്ട് വരുന്നവരായാലും ആദ്യമായിട്ട് കാണുന്നവരായാലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഓരോന്ന്
ചെയ്തു പോയിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം ചേസുകളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇത് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴേ എല്ലാം വൃത്തിയാകത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു താല്പര്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇതിൻ്റെ ഫുള്ള് ഇതുപോലെ തന്നെയാണ് നമ്മൾ പണിഞ്ഞു വിടുന്ന വണ്ടികളെല്ലാം. പാച്ച് വർക്കുള്ള എല്ലാം ഫുള്ള് ചെയ്താണ് വിടുന്നത്. നമ്മളിത് പഴയ ഡോർ എടുത്ത് സെറ്റ് ചെയ്തിരിക്കും. നമ്മളൊരു പുതിയ ഡോറ് മേടിച്ച് അസ്റ്റൈലിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അത് വരുന്നുണ്ട്. അത് തുരുമ്പെടുക്കുന്നു. അത് കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പഴയ ഡോർ കയറ്റി. ഫ്രെയിമെല്ലാം നമ്മൾ പുതിയത് തന്നെയാണ് കയറ്റിയത്. അപ്പോൾ ഡോർ എടുത്ത ഒരു ബലക്കുറവായിട്ടൊക്കെ തോന്നി നമുക്ക്. ആ കമ്പനിയുടെ ഡോറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് പഴയ ഡോർ തന്നെയാണ് എടുത്തെല്ലാം കയറ്റിയിരിക്കുന്നത്. എല്ലാം നമ്മൾ പുതിയ സാധനങ്ങളിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് പോകുന്നത്. പാച്ച് വർക്ക് നേരത്തെ കാണിച്ചു പോവുകയാണ്. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത് ഈ വണ്ടി ഇപ്പോൾ കച്ചവടമായിട്ടുണ്ട്. നമ്മളത് വില പറഞ്ഞെല്ലാം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരും ഇത് വീഡിയോ മൊത്തത്തിൽ കണ്ടോട്ടെന്ന് വെച്ചാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്. അടുത്ത വണ്ടി നമ്മുടെ ഉണ്ട് പണിഞ്ഞുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പണി ചെയ്ത് ഇറക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ചെയ്തു വെച്ചതാണ് ബോഡി. ഇതിനെ കയറ്റാൻ വേണ്ടി ഇതെല്ലാം ചെയ്തു വെച്ച ബോഡിയാണ് ഈ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് കാണിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ചേസും കാര്യങ്ങളും എല്ലാം നോക്കുക. അതിനുവേണ്ടിയാണ് നമ്മളിനിയും ബോഡി എടുത്ത് വെക്കാൻ പോവുകയാണ്. ബോഡിയെല്ലാം കയറ്റി. നേരത്തെ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണിഞ്ഞു ചോദിച്ചാൽ നമ്മുടെ ഇവിടെ പണിയുടെ തിരക്ക് കാരണം പണിക്കാരൊന്നും വരാതെയും കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇവിടുത്തെ വർക്കുകൾ ചെയ്യേണ്ട വന്നു കാരണം നമുക്ക് ഈ വണ്ടി പണിഞ്ഞ് തീർക്കാൻ പറ്റാതെ പോയി. അപ്പോൾ ഇങ്ങനെ ബോഡി പണിഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഒത്തിരി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റിയത്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടെല്ലാം കാണിച്ച് പോകുന്നതാണ് ഓരോ കാര്യങ്ങൾ. നിങ്ങൾക്ക് നോക്കുക. വണ്ടി ഇതെല്ലാം പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴേ നമുക്കിതൊരു എടുപ്പും കാര്യങ്ങളും എല്ലാം വരത്തുള്ളൂ. ഇത് നമ്മൾ മഞ്ഞയാക്കുവാണ്. ഇത് വണ്ടി കളർ മാറ്റി ചെയ്യുന്ന ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിലൊരു ആംഗ്ലർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് വേലിക്കെട്ട് വേറെ കൊണ്ടുവെക്കും. അതും കാണിക്കാം. വണ്ടി പണിഞ്ഞു വിടുന്നത്. അതപ്പോൾ നമ്മുടെ വണ്ടി കച്ചവടമായി പോയി. ഇതിൻ്റെ അടുത്ത ബോഡിയെല്ലാം ചെയ്ത് നമ്മൾ അടുത്ത വണ്ടി ഇത് ബോഡിയെല്ലാം പണിഞ്ഞിട്ടിരുന്ന ബോഡിയാണ്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വർക്ക് കാരണം നമുക്കിതിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നും തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വണ്ടിയുടെയൊക്കെ ഇങ്ങനെ പുത്തം തകിടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് പണിഞ്ഞ് നേരത്തെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് തകിടിനൊക്കെ കളർ വ്യത്യാസമൊക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. പുത്തൻ സാധനമാണ്. പുറകിലത്തെ ഡോർ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഇത് ഡോറെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടതാണ്. നമുക്ക് വേറൊരു വണ്ടിയുടെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഡോർ ഇതേന്ന് തന്നെ അഴിച്ച് അതേ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതാണ് ഇതിൻ്റെ ഡോർ നമ്മളിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അതുപോലെ തന്നെ ആംഗ്ലറും എല്ലാം ബലപ്പെടുത്തിയാണ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളിപ്പം പുറകിലത്തെ ഡോർ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഉടനെ തന്നെ യൂട്യൂബ് വരുന്നതാണ്. ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് പണിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേന് വരുന്നത്. അതിന് മുമ്പേ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ അത് തന്നെ കച്ചവടമായി പോകും. അതിന് മുമ്പേ മറ്റുള്ള വണ്ടിയുടെ വീഡിയോ ഇതുപോലെ തന്നെ ഇടാനും പറ്റിയില്ല. അത് കച്ചവടമായി പോകാണ്ടാണ് ഇടാൻ പറ്റാഞ്ഞ്. അപ്പോൾ അടുത്ത വണ്ടിയുടെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുതന്നെയല്ല എവിടെ പാച്ച് വർക്ക് ഉണ്ടോ അതിൽ പാച്ച് വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ വൃത്തിയാക്കി മൊത്തത്തിലുള്ള പണികളെല്ലാം തീർത്താണ് ഇത് ഇറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുതിയ ഫ്രെയിമാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പുതിയ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയത് കൊണ്ട് ചെറിയ തുരുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് കളഞ്ഞ് എല്ലാം 10 പൈസയുടെ പണി വരാത്ത പോലെയാണ് നമ്മുടെ വണ്ടിയുടെ പണികളെല്ലാം ചെയ്ത് വിടുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അഴിച്ച് മൊത്തം ബയറിങ്ങും എല്ലാം മാറ്റി, വീൽ ബയറിങ്ങും മാറ്റി, ഗ്രൈൻഡറും മാറ്റി, കേബിൾ ഐറ്റങ്ങളും മാറ്റി, ഇഞ്ചനും എല്ലാം പണിഞ്ഞാണ് നമ്മുടെ ഈ വണ്ടികൾ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വണ്ടി 2 കൊല്ലത്തേക്കിന് 3 കൊല്ലത്തേക്കിന് 5 പൈസയുടെ പണി വരത്തില്ല. അതൊക്കെയാണ് നമ്മുടെ ഇന്ന് വണ്ടി എടുത്താലുള്ള ഒരു പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പറയാനുള്ളത് BS3 വണ്ടി ഇപ്പോഴത്തെ BS4ന് മൈലേജ് കുറവാണെന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടി കൊടുക്കാനെന്നും പറഞ്ഞല്ല നമ്മൾ ഡയലോഗ് കാച്ചുന്നത്. BS4ന് മൈലേജ് കുറവാണ്. അപ്പോൾ ഈ BS3 വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ മൈലേജ് ഉണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ വലിയ പണികളോ വലിയ കാശുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാം പണിഞ്ഞാണ് നമ്മളിതിൻ്റെ മൊത്തം റീസെറ്റ് ചെയ്താണ് നമ്മളൊരു വണ്ടി കൊടുക്കുന്നത്. എല്ലാം പിടിപ്പിച്ച് പട്ടയെല്ലാം ആംഗ്ലറും ഇതിലെ സെറ്റ് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ, സൂം ചെയ്തിട്ട് ആംഗ്ലർ ഓക്കെ അല്ലേ. ഇത് ഇവിടെ എല്ലാം വെൽഡ് ചെയ്ത് ഇവിടെ എല്ലാം സീറ്റിംഗ് ആക്കി ഇതിൻ്റെ ഇവിടെ എല്ലാം സീറ്റ് ചെയ്തിട്ട് ഇവിടെ വരും. ഇവിടെ വെൽഡ് ചെയ്യും. ഓക്കെ ഇല്ല.
ഇതാണ് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 2013. അതിൻ്റെ ബോഡിയെല്ലാം പുതിയത്, തകിടെല്ലാം പുതിയത്, ഇഞ്ചനെല്ലാം പണിഞ്ഞാൽ കയറുന്നത്. ഇഞ്ചനെല്ലാം അടിച്ച് ഇതിന് പെയിൻ്റ് അടിച്ച് ഇതിൻ്റെ കേബിൾ ഐറ്റങ്ങൾ മൊത്തത്തിൽ പണികളെല്ലാം തീർത്താണ് വരുന്നത്. വണ്ടി പിന്നെ 3-4 കൊല്ലത്തേക്ക് പണിയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഡോറെല്ലാം വേറെ പോയ ഡോറായതുകൊണ്ട് വേറെ ഡോറ്, ഫ്രെയിം മാറ്റി പുതിയ ഫ്രെയിമാണ്. അത് ഡോറ് മാത്രം നമ്മൾ കൊള്ളാമെന്ന് നോക്കിയെടുത്ത് വേറെ ഡോറെടുത്ത് ചെയ്ത് കയറ്റുക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടെല്ലാം പണിഞ്ഞ് പിന്നും ബുഷുമൊക്കെ അടിച്ച് 2-3 കൊല്ലത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് പാച്ച് വർക്കുള്ള എല്ലാം ചെയ്ത് തീർത്താണ് വരുന്നത്. പുതിയ ബോഡിയൊക്കെ അടിച്ച് ടയറെല്ലാം പുതിയത് വരും. വണ്ടിയെല്ലാം അടിച്ചു കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. എടുക്കണ്ടേ അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ പുട്ടി വർക്കെല്ലാം കഴിഞ്ഞ് പ്രൈമറല്ല, അതുകൊണ്ട് ഇത് പുതിയ ബോഡിയായി കയറ്റിയിരിക്കുന്നത്. ഇവിടെ മുള ഉണ്ടോണ്ട് മുളയുടെ കീഴിൽ നിന്നുള്ള ഇത് വീണ കിടക്കുന്ന ഇതിപ്പോൾ ഇതിൻ്റെ ആകെ ഇനി ഇച്ചിരി പരിപാടിയുടെ ഉണ്ട്. ഇത് പുതിയ തകിട് അടിച്ചതാണ്. നമ്മൾ ഈ പയ്യപ്പണി തീർത്തോണ്ടാണ് തകിട് പുതുമയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ പ്രൈമർ അടിച്ചിട്ടിരിക്കുക, ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. നാളെ ഇനിയും പെയിൻ്റ് അടിക്കും. കുറച്ച് പുട്ടി വർക്ക് കൂടെ ഉണ്ട്. നാളത്തേടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കും. ഇത് പൊക്കുന്ന രീതി ഒന്ന് കൈ വെച്ചവനെ. ഇഞ്ചനും ഇതെല്ലാം വണ്ടിയെല്ലാം പൊക്കി വെച്ചിരിക്കുക. ഇഞ്ചനെല്ലാം അഴിച്ചുകൊണ്ട് ഇഞ്ചനെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ പണി വരുന്നത്. മൊത്തം ചെയ്സ് ഒന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ നമ്മൾ തീർക്കുന്നത്. ചെയ്സിന് കംപ്ലയിൻ്റ് ഉള്ള ചെയ്സൊക്കെയാണ് എടുത്ത് കളയും. ചെയ്സിനെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ഇല്ല. എല്ലാം പക്ക ക്ലിയറാണ് വണ്ടി. ഇതാണ് വണ്ടി. ഇനി ഇതിൻ്റെ അകമെല്ലാം കാണിക്കാൻ താത്തേരെ. ഇതാണ് വണ്ടി. ഇതിൻ്റെ അകമെല്ലാം ഇതാണ് അകം. നമ്മളിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയ ബോഡിയാണ് ഇതെല്ലാം. പുതിയ ബോഡിയെല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാം പണി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചനെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണിഞ്ഞെല്ലാം ഇഞ്ചനെല്ലാം റീസെറ്റ് ചെയ്തേ വരത്തുള്ളൂ. എല്ലാം പെയിൻ്റ് അടിച്ചെല്ലാം ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പണിയാണ്. 2013. ഇതിൻ്റെ ഇഞ്ചനെല്ലാം സാധനമെല്ലാം മാറ്റി പുതിയ സാധനങ്ങളായിരിക്കും ഇഞ്ചന് വരുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റ്, ബാക്കിയുള്ള പെയിൻറ്റ് അടിക്കാനുണ്ട്. കമ്പിക്കൊക്കെ പെയിൻറ്റ് അടിക്കാനുണ്ട്. ബാക്കി അകമൊക്കെ പെയിൻറ്റ് അടിക്കാനുണ്ട്. പിന്നെ ഇതാണ് വണ്ടിയുടെ ലുക്ക്. പിന്നെ ഇതെല്ലാം പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ് മൊത്തം. ഇനിയിപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം പുതിയത് വരും. ഇതാണ് ലൈറ്റ് സെറ്റ്, വയറിംഗ് കിറ്റ്, 3 ടയർ പുതിയത്, എല്ലാം പുത്തൻ അല്ലായിരിക്കും. ആൽഫയുടെ ക്ലച്ചാണ് എല്ലാം കയറി വരുന്നത്. ആൽഫയാകുമ്പം ഇതാകുമ്പോൾ മാർക്കറ്റുണ്ട് വണ്ടിക്ക്. പിന്നെ ആൽഫയുടെ സാധനം കയറ്റി വിടാം നമുക്ക്. അപ്പോൾ ഗ്രീസിൻ്റെ ഇഞ്ചിനാണ് എല്ലാം വരുന്നത്. ആൽഫയായാലും ആപ്പയായാലും എല്ലാം. ഇതാകുമ്പോൾ ഒന്നുകൂടെ മാർക്കറ്റാണ്. ആപ്പയാകുമ്പോൾ മാർക്കറ്റുണ്ട് വണ്ടിക്ക്, കൊടുത്താലും വില കിട്ടും. ഇതാണ് ഇതിൻ്റെ വണ്ടിയുടെ ലുക്ക്. ഇതെല്ലാം ഇനി പണിഞ്ഞെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം പുത്തൻ ടയർ 3 വരും. എല്ലാം പണിഞ്ഞ് ലൈറ്റ് സെറ്റെല്ലാം ഇത് കിട്ടി കഴിയുമ്പോൾ യൂട്യൂബ് വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഇതിൽ. എല്ലാം പുത്തൻ സാധനങ്ങളാണ്. ഇഞ്ചനെല്ലാം പണിഞ്ഞ് എല്ലാം മൊത്തത്തിൽ പണിഞ്ഞാണ് കയറുന്നത്. നമുക്ക് വണ്ടി കച്ചവടമല്ല, നമുക്ക് മെക്കാനിക്കൽ വർക്കാണ്. നമ്മുടെ യൂട്യൂബ് കാണുവാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ കിടക്കുന്ന ഇത് 2011. പിന്നെ നമുക്ക് പണിയാതെ കൊടുക്കുന്ന വണ്ടി, ഇതൊന്നും ബോഡിയൊന്നും മാറ്റാതെ പണിയാതെ കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ പൈസ കുറവിന് ഒന്നും പണിയത്തില്ല. ഇതേപോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ചെയ്ത് ഓയിലും മാറി ലൈറ്റും എല്ലാം കത്തിച്ച് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇഞ്ചിനെല്ലാം ഫുള്ളെല്ലാം റീസെറ്റ് ചെയ്യുന്ന സാധനം മാറുന്നതൊക്കെയാണ് നമ്മൾ വീഡിയോ ഇത് കാണിക്കുന്നത്. ഫുൾ അഴിച്ചിട്ട് ഇതുപോലെ തന്നെ റീസെറ്റ് ചെയ്ത് പോയ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിയാണ് ചെയ്യുന്നത്. പോയത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചാണ് എടുക്കുന്നത്. ക്യാം ഫോളോവർ, ക്യാം ഷാഫ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ പോയതാണ്. ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അതിൽ തന്നെ സെറ്റ് ചെയ്തൊന്നും വിടുന്നില്ല. എല്ലാം പുതിയ സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് ഒരുപാട് പൈസ
ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. ഈ ഇഞ്ചിൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് 30 രൂപ 32 രൂപയോളം അടുത്ത് വരുന്നുണ്ട് ഇഞ്ചിനും ഗിയർ ബോക്സും എല്ലാം കൂടെ. സാധനങ്ങളെല്ലാം മിക്കവാറും പോയി കിടക്കാം. നമ്മളിങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ പാവം പിടിച്ചവൻ എവിടെയെങ്കിലും പോയി പെട്ടുപോയത്, ഇഞ്ചൻ പണിയാനൊക്കെ കയറേണ്ട വന്നിരുന്നു. നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്തതാണ്. വണ്ടി ഓടിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇത് അഴിച്ച് ചെയ്ത് നമുക്കൊരു ചെറിയ ഡൗട്ട് വന്നുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സാധനം എല്ലാം പോയി കിടക്കുമായിരുന്നു. ഇതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റണം. നല്ല പൈസ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ വണ്ടിക്ക്. അതൊക്കെയാണ് നമ്മൾ കാണിക്കുക. ആരെങ്കിലും കൊണ്ടുപോയാൽ ഇതുകൊണ്ട് ജീവിക്കണം, പണി വരല്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഈ മാറിയ സാധനങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് സാധനങ്ങൾ മിക്കവാറും ഉള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ മാറേണ്ട വന്നു. പാവം പിടിച്ചവൻ ആരെങ്കിലും പെട്ടുപോകും ഇതെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ പണികളെല്ലാം. അതുപോലെ തന്നെ എൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ മേളിൽ ചിലവ് വരുന്നു. മിക്കവാറും നമ്മളെ വിളിച്ചിട്ട് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ക്ലച്ച് കയറ്റിയിട്ട് ചേട്ടാ ആൽഫയുടെ ക്ലച്ച് കയറ്റി ഇത്ര രൂപ മുടക്കി, അതുപോലെ തന്നെ ആണെങ്കിൽ പൈസ പോയി, അത് ശരിയാവുന്നില്ല എടുക്കുന്നത്. അതായത് കയറ്റാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിത് കയറ്റി കണ്ട് ഇതേ തന്നെ ഈ വണ്ടിയെ കയറ്റി കൊടുക്കും. ഒത്തിരി വണ്ടികൾക്ക് നമുക്ക് കയറ്റി കൊടുക്കും. ഇന്നുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. വണ്ടി എപ്പോഴും ക്ലച്ച് പണി വരുന്നവർക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് വരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. എത്ര തവണ ക്ലച്ച് പണിയുന്നവരുണ്ടായിരുന്നു. ഇപ്പം 3-4 വർഷമായി ക്ലച്ച് പണിയാതുകൊണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ആൽഫയുടെ ക്ലച്ച് നമ്മളിത് കയറ്റിയിട്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നതിൻ്റെ അകത്ത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇഞ്ചിൻ മൊത്തം ഗിയർ ബോക്സും ഇഞ്ചിനും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുക. ഇനി വണ്ടിയെ കയറ്റാനായിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നല്ല ഫുള്ള് പണി തീർത്തിട്ടിരിക്കുക. കണ്ടോ, ഇതെല്ലാം ക്ലച്ചിൻ്റെ കാര്യങ്ങളും എല്ലാം. അപ്പോൾ ബാക്കിയുള്ള സാധനം മാറി നമുക്ക് കാണാം. നമ്മൾ ഈ ക്ലാസിൻ്റെ ഇത് ഇവിടുത്തെ ഈ സൈഡ് മാറിയിട്ടു അതിൻ്റെ വീഡിങ്. അതിൻ്റെ അതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ വീഡിങ് ഒക്കെ ഇടുവാണ്. എല്ലാം പുതിയ ഇഷ്ടമുള്ള പരിപാടിയാണ് നമ്മുടെ ഒന്നും. അതുപോലെ നമ്മളിവിടുത്തെ വയറിംഗ് കിറ്റ് എല്ലാം കയറ്റി വെച്ചിരിക്കും. ബാഗിലെ ഫ്രണ്ടിലത്തെ വയറിംഗ് കിറ്റ് കയറ്റി നമ്മൾ കാണിച്ചായിരുന്നു. ഇവിടുത്തെ വയറിംഗ് കിറ്റ് എല്ലാം കയറ്റി ഈ ലൈറ്റുകളെല്ലാം പുതിയതാണ് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം മിക്കവാറും എല്ലാം പുതിയ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം വീണുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് കാണിച്ചാൽ ഇവിടെ എല്ലാം പുതിയ ഐറ്റങ്ങളാണ് എല്ലാം വീണുകൊണ്ടിരിക്കുന്നത്. എല്ലാം പുതിയ കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റ് സെറ്റും എല്ലാം കയറ്റി വരുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. അതുപോലെ ഇഞ്ചനെല്ലാം പിടിപ്പിക്കേണ്ട നമ്മളിതുപോലെ തന്നെ ബോഡി പൊക്കി വെക്കുന്ന രീതിയിലാണ് ഇത് ആക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ എല്ലാം പെയിൻ്റ് അടിച്ച് ചെയ്സയിലും എല്ലാം പെയിൻ്റ് അടിച്ച് മൊത്തത്തിൽ വൃത്തിയാക്കിയാണ് വരുന്നത്. ഫ്രണ്ടും തുറന്നേ. അപ്പോൾ ഇത് കണ്ടല്ലേ, തട്ട് മീറ്റർ ഇതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ ഒന്ന് കാണിക്കുക. ഇതിൻ്റെ അകത്ത് വയറിംഗ് കിറ്റ് എല്ലാം കയറി വരുന്നതേ ഉള്ളൂ. എല്ലാ ഫിറ്റിങ്ങും അതിൽ MC കിറ്റ് മാക്സ് സിലിണ്ടറും എല്ലാം റീസെറ്റ് ചെയ്താണ് സാധനം വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാണിച്ച് പോകാം നമുക്ക് വീഡിയോ. പുതിയ മൾഗാർഡും എല്ലാം പുതിയതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് സെറ്റുകളെല്ലാം LED-യുടെയാണ് വരുന്നത്. അത് പിന്നെ കാണിക്കാം മൊത്തത്തിൽ നമുക്ക്. ഇതാണ് കണ്ട പൊക്കുന്ന രീതിയിൽ. ഇതാണ് എക്സ്ട്രാൾഡ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ ബോഡിയെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ പുള്ളിയുടെ രീതിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പുള്ളിക്ക് വേണ്ടി നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കൊടുത്തു വണ്ടി. അപ്പോൾ ഇത് പൊക്കുന്ന രീതി അങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഇതാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും എല്ലാം. ഇഞ്ചനോടെ കയറിയാൽ മതി. ഇഞ്ചൻ ഇതിൻ്റെ അകത്തില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇഞ്ചൻ ഇതിൻ്റെ അകത്തില്ല. ഇതിനകത്ത് വയറിംഗ് കിറ്റും കാര്യങ്ങളും എല്ലാം മാറ്റി എല്ലാം ഇട്ടിരിക്കുകയാണ്. ലൈറ്റുകളും എല്ലാം പുതിയ ലൈറ്റുകളും കാര്യങ്ങളും വയറിംഗ് കിറ്റ് എല്ലാം പുതിയതാണ് വരുന്നത്. ബമ്പറ് ലൈറ്റ് ഇത് കണ്ടില്ലേ, പുതിയ വയറിംഗ് കിറ്റ് എല്ലാം കയറ്റിയിട്ടിരിക്കുന്നത്. ഇനി കേബിൾ ലൈറ്റും എല്ലാം മാറ്റാനുണ്ട്. ചെയ്സിനെങ്കിൽ ഒരു ശകലം തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെയ്സൊന്നും പോയതൊന്നുമല്ല. പഴയ വണ്ടി എടുക്കുന്നെങ്കിലും പുത്തൻ വണ്ടി പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ പിടിച്ച് എൻ്റെ അകം കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഡാഷ് ഈ മീറ്റർ എല്ലാം പുതിയതാണ് വരുന്നത്. വയറിംഗ് കിറ്റ് എല്ലാം ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടിരിക്കുകയാണ്. കണ്ടോ? ഇനി ഇതിൻ്റെ അകത്ത് ബ്രേക്ക് സിലിണ്ടർ എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. വൈപ്പറെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. വൈപ്പറിൻ്റെ പണികളെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. കണ്ടോ? പുതിയ സാധനങ്ങളെല്ലാം വരുന്നത് എല്ലാം പുതിയ. ഇനി കേബിളായിട്ട് എല്ലാം ഇതെല്ലാം എടുത്ത് കളയും. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ എല്ലാം ഇവിടെ ഇത് ചെയ്യാനുണ്ട്. അവിടെ എല്ലാം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി വരാനുണ്ട്. അപ്പോൾ എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. കേബിളിൻ്റെ എല്ലാം പീസാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് പൊടി അഴുക്കൊക്കെ വീണ് കിടക്കുക. ഇതെല്ലാം ഗ്രീസ് ഇട്ട് മാക്സ് സിലിണ്ടറും എല്ലാം പണിയിന് ഡോർ ബീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഫിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ക്വാർട്ടർ ക്ലാസ് എല്ലാം നമ്മൾ വേണ്ട അഴിയാത്ത രീതിയിലൊക്കെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അതൊക്കെ വേറെ രീതിയിൽ പുതിയ ക്വാർട്ടർ ക്ലാസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മിറർ ഇതെല്ലാം പുതിയതാണ് വരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പണി വരാത്ത രീതിയിലാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ബെയറിംഗ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇതിനെ നമ്മളിങ്ങനെ കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വ്യക്തത വേണം. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസഡ് വരെയുള്ള സാധനങ്ങൾ മാറ്റിയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. മറ്റുള്ള വീഡിയോക്കകത്തൊന്നും ഇതും വരത്തില്ല ഇനി. അപ്പോൾ ഇതെല്ലാം ഫുൾ വീഡിയോ ആയിട്ട് വരും. ഓരോ പണികളും തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിന് വണ്ടി അപ്പം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, വാക്കാൽ പറഞ്ഞിരിക്കുകയാണ്. 2 ദിവസത്തിനാവും നമ്മളിത് കൊടുക്കുന്നതാണ് വണ്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഒന്നുകൂടെ നമ്മൾ എടുത്ത് പറയുന്നത്, അടുത്തതിന് അതാണ് പണിയാനുള്ളത്. അത് മൊത്തം ഇതുപോലെ പൊളിച്ച് തന്നെ പണിയും. അപ്പോൾ ഇതിൻ്റെ പണി തീർത്ത് ഇത് കച്ചവടമായി. നമ്മുടെ മറ്റേ വണ്ടിയും കച്ചവടമായി, ആ കിടക്കുന്ന എക്സ്ട്രാ എല്ലി. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീൽ വയറിംഗ് എല്ലാം മാറ്റിയല്ല ഇട്ട് ഇനി ലൈൻ റോഡ് അടിക്കണം. അതൊക്കെയാണ് ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ ഇഞ്ചൻ കയറ്റി വെച്ച് വേണ്ട എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ കോയിൽ വരുന്ന എല്ലാം കോയിലെല്ലാം മാറ്റിയിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്ന കോയിലെല്ലാം പുതിയതാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എങ്കിൽ വേറൊരു കാര്യം കൂടെ പറയുന്നത്, ക്ലച്ച് വേണ്ട ഇതിൻ്റെ 5000 രൂപ മേളിൽ ചിലവുള്ള ഈ ക്ലച്ച്, അതായത് 1,00,000 കിലോമീറ്റർ കൂടുതൽ കിടന്നുള്ളൂ. ആപ്പയുടെ വരുന്ന ക്ലച്ച് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതാണ് വരുന്നത്. ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കവർ മാറ്റി, കവറെന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ കവറാണ് അതിന് വരുന്നത്. അത് മാറ്റി പിന്നെ ഈ ക്ലച്ച് മാറ്റിയിട്ടാണ് വരുന്നത്. മറ്റേത് ഇരുമ്പേ വരുമ്പോൾ ലോഡ് കയറുമ്പോൾ സമയത്ത് ക്ലച്ച് എപ്പോഴും പണിയായിരിക്കും, തട്ടിപ്പോവുക വഴി കിടക്കുകയൊക്കെ ചെയ്യും. ഈ ക്ലച്ച് ആകുമ്പോൾ അത്രയും പണി വരത്തില്ല. ഇതൊക്കെ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെറ്റപ്പിലെല്ലാം ചെയ്തു തരുന്നത്. ഒരു പണിയും വരാത്ത രീതിയിലാണ് എല്ലാം പണിഞ്ഞ് കയറുന്നത്. ഇനി ഇഞ്ചനെല്ലാം കയറ്റി വെച്ചിരിക്കുക, നാളെ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഇടണം. ഇതെല്ലാം കയറ്റി പിന്നെ ഇനി ഇതിൻ്റെ വീൽ വയറിംഗ് എല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ്. അങ്ങേ സൈഡത്തെ വീൽ വയറിംഗ് ലൈനറും മാറ്റിയിട്ടായിരുന്നു. കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഗ്രീസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. വീൽ വയറിങ് എല്ലാം മാറ്റി ഞട്ടും ഇതെല്ലാം മുറുക്കിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള പണിയെല്ലാം തീരാറായി വരുന്നു. ഇനി ഷാർട്ടറിൻ്റെ പുതിയ ഷാർട്ടറായിരുന്നു. എന്നാലും നിങ്ങൾ ചിലപ്പം ആദ്യം ഞാൻ പുതിയ ഷാർട്ടർ എടുത്ത് വെച്ചൊന്ന് ഓടിച്ചതാണ്. പിന്നെ അതിനകത്ത് ചിലപ്പം ബ്രഷ് ഒന്ന് മാറ്റിയിട്ടേക്കാം. ബ്രഷ് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് തരാം. ഇതാണ് പുതിയ ഷാർട്ടറാണ്, അന്ന് മേടിച്ച് വെച്ചതാണ്. പുതിയ ഷാർട്ടറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഒന്നുകൂടെ ഞാൻ പുതിയ ഷാർട്ടർ മേടിച്ച് വെച്ചതാണ്. ഒന്നുകൂടെ ഇനി ബ്രഷ് ഹോൾഡർ ഒന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ വഴി കിടന്നെങ്കിൽ എന്ത് ചെയ്യും, വഴിയിലല്ല ചിലപ്പോൾ ഷാർട്ടാകാതെ വന്നാലത് ഇത്ര പുതിയ ബ്രഷ് ഹോൾഡറൂടെ മാറ്റിയിട്ട് പിന്നെ ബാക്കിയെല്ലാം ഇച്ചിരി പരിപാടിയൂടെ ഉള്ളൂ. നാളെ സ്റ്റാർട്ട് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ അത്തിച്ച് പരിപാടിയൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നേക്കാം. ഈ സൈഡിലെ ലൈൻഡറും ഒക്കെ മാറ്റി കഴിഞ്ഞു. ലൈൻഡറെല്ലാം മാറ്റിയിട്ടു. ഇനി ഹബ്ബെല്ലാം കയറ്റിയിട്ട് ഈ സൈഡ് താക്കുവാണ്. എടുത്ത് കാണിക്കുന്ന ഹബ്ബും ലൈൻഡറെല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ്. KBHൻ്റെ ലൈൻഡർ തന്നെയാണ് ഇടുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടേക്കുവാണ്. സ്റ്റാർട്ടിങ്ങിലിട്ട് ഇപ്പോൾ ഇഞ്ചിനെല്ലാം സ്റ്റാർട്ടിങ്ങിലിട്ട് സൈലൻസർ ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ഇത്ര സൗണ്ട് വരുന്നത്. സൈലൻസർ ഇപ്പം പിടിപ്പിക്കത്തില്ല. എല്ലാം ഇഞ്ചൻ ഫ്രീ ആയതിനു ശേഷം സൈലൻസർ ഒക്കെ പിടിപ്പിക്കത്തില്ല. അല്ലാതെ അടിച്ചതും കാര്യങ്ങളും എല്ലാം പോകണം. അത് കാരണമാണ് ഇത്ര സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം പരിപാടിയെല്ലാം കയറും. നമ്മുടെ കമ്പി എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റൂടൊക്കെ അവിടെ ഇവിടെ ഇത് പിടിപ്പിക്കേണ്ട വന്നുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് ഗ്രൈൻഡ് ചെയ്തപ്പോൾ അതിലോട്ടൊക്കെ പെയിൻറ്റ് പോകേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പെയിൻറ്റ് നമുക്ക് അടിക്കേണ്ട വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇച്ചിരി താമസം വരും. അപ്പോൾ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. ഇനിയും ബാക്കിയുള്ള പരിപാടിയെല്ലാം ഓക്കെ. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ഇതിനകത്ത് വീഡിയോ എടുത്തു വെച്ചതാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ കാണേണ്ട വരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ എടുത്തു വെച്ചത് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് വോയിസ് കൊടുക്കുന്നില്ല. അതേ വോയിസിൽ തന്നെ അങ്ങ് പോയി. പലരും വിളിച്ച് ചോദിച്ചവർക്ക് വേണ്ടി വണ്ടി എടുത്തതും ഒക്കെ ആയിട്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റ് അടിച്ചതിൻ്റെ പേരുകളൊക്കെ അവർക്ക് മാറ്റണം പറഞ്ഞു, ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എടുക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പെയിൻറ്റ് അടിച്ചിട്ടിരിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതാൻ ആൾ വരുമ്പോൾ കൂട്ടത്തിൽ മാത്രമേ ഇതിൽ എഴുതത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഈ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചാവിയിലാണ് ഇതിൻ്റെ എല്ലാം വരുന്നത്. ഒറിജിനൽ ചാവിയിലാണ് ഇതിൻ്റെ ലോക്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം ഒറ്റ ചാവിയാണ്. എല്ലാം നമ്മൾ ഡോറെല്ലാം പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ കേബിൾ ഐറ്റങ്ങൾ ഇതിൻ്റെ അത് മാറി നമ്മളൊന്ന് എടുത്തിരിക്കുന്ന മുമ്പേ കാണിച്ചതിൻ്റെ അത് നമ്മൾ കാണിച്ചില്ലായിരുന്നു. കേബിൾ ഐറ്റങ്ങളെല്ലാം പുതിയത് വന്നു. എല്ലാം
മീറ്റർ ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പുതിയ ഐറ്റങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഒന്നും പഴയതെന്ന് പറയുന്ന സംഭവമില്ല. എടുക്കുന്നവർക്ക് 10 കൊല്ലത്തേക്ക് 5 പൈസയുടെ പണിയില്ല. അതുപോലെ തന്നെ മൈലേജും ഉണ്ട്. BS4 പോലല്ല, ഇതിന് മൈലേജും കിട്ടും. വണ്ടി ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ അടിച്ചടിച്ച് ഉടിയാൻ വേണ്ട. കണ്ടില്ല, മാക്സ് സിലിണ്ടർ, വൈപ്പർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിവേഴ്സിന്റെ മ്യൂസിക് പിടിപ്പിച്ചിട്ടുണ്ട്. റിവേഴ്സിന്റെ കാണിക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ അടിക്കുന്നത് 4 ഇൻഡിക്കേറ്റർ, അതുപോലെ ആണെങ്കിൽ വൈപ്പർ നമ്മളെല്ലാം പണിഞ്ഞു കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളും നമ്മുടെ പുതിയതാണ് വരുന്നത്. ഇതിൻ്റെ അകത്തും ഒരു പഴയ സാധനങ്ങളൊന്നുമില്ല. അതിൽ റിവേഴ്സിന്റെ മ്യൂസിക് ഒക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച്, ഇതെല്ലാം നമ്മൾ വീഡിയോ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ടൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു. എല്ലാ സാധനങ്ങളും, ഡീസൽ പൈപ്പുകൾ എല്ലാം പുതിയ സാധനങ്ങൾ ഇട്ട് സെറ്റ് ചെയ്താണ് വരുന്നത്. അതുപോലെ കാശിറക്കി അതുപോലെയാണ് പണിഞ്ഞു വിടുന്നത്. തൽക്കാലത്തേക്കിന് ഇതിൻ്റെ അടുത്ത് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഷാർട്ടർ വെച്ച് ഷാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു വണ്ടി. അപ്പോൾ ഈ ഷാർട്ടറൊക്കെ മാറ്റും. ഞങ്ങൾ മുമ്പേ കാണിച്ച ഷാർട്ടർ തന്നെയാണ് കയറി വരുന്നത്. ഷാർട്ട് ചെയ്തിടാൻ വേണ്ടി അതിൻ്റെ ബ്രഷ് ഹോൾഡർ മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പണിഞ്ഞ് കയറ്റുന്നേ ഉള്ളൂ. ഷാർട്ടർ പിടിക്കാനായിട്ടിരിക്കുകയാണ്, കാണിക്കാം. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ചിലപ്പോൾ തേഞ്ഞ് കാണും. ഒരു 4-5 മാസം വണ്ടി ഓടിക്കാൻ കൊടുത്തായിരുന്നു പുതിയ ഷാർട്ടർ മേടിച്ച് വെച്ച്. അപ്പം അതിൻ്റെ അത് ബ്രഷ് ഹോൾഡർ തീർന്നു കാണും. അതുകൂടെ മാറ്റി കൊടുക്കാം. എന്നാലും നമുക്കൊരു മനസ്സമാധാനം കിട്ടും. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് ഒന്നും വരുത്തല്ല, അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റിയാണ്. ഇനിയിപ്പോൾ ഈ ടയറും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. എല്ലാം പുത്തൻ ടയർ ഇട്ടേ കൊടുക്കത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻറ്റ് കൂടെ ടച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി നമ്മൾ കൊടുക്കും. ബാക്കി പുറകിലൊക്കെ പോയതെല്ലാം നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെന്ത് ആകുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് പുറകിലെല്ലാം ചെയ്ത് സെറ്റപ്പാക്കി കൊടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഇതിൻ്റെ സാധനങ്ങൾ റിവേഴ്സിൻ്റെ മ്യൂസിക് കൂടെ ഉണ്ട്. നമുക്ക് ഒറ്റ ചാവിയെ ലോക്ക് ചെയ്തതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. ഒറ്റ ചാവിയെ തന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ആരും കയറത്തുമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം കൊണ്ടുപോകത്തില്ല. ഇതാണ് ചാവി വരുന്നത്. ഈ 2 ചാവി പുത്തൻ ചാവി ഒറിജിനലാണ് വരുന്നത്. 2 ചാവിയും ഒന്ന് തന്നെ ഉപയോഗിക്കാൻ ചെയ്യും. ഒക്കെയാണ് ഇത് റിവേഴ്സിൻ്റെ. ഇതാണ് റിവേഴ്സിൻ്റെ മ്യൂസിക്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത്. അതുപോലെ നല്ല വെട്ടമാണ്. നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ കാണാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, നല്ല വെട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഇതാണ് സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്താണ് വണ്ടി ഇവിടെ നിന്ന് വിൽക്കുന്നതെന്ന് പറഞ്ഞു. ഒരു സാധനം പോലും ഇതില്ല. എല്ലാം പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബോഡി പണിയാൻ പോകണം, അത് ചെയ്യാൻ പോകണം, ഇത് ചെയ്യാൻ പോകണം, എല്ലാ എക്സ്ട്രാ പണികളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും നമുക്ക് മുടക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നുമില്ല. നമ്മുടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 രൂപ ഇതിൻ്റെ അകത്ത് മുടക്കേണ്ട വരത്തില്ല. അതൊക്കെയാണ് ഇവിടുന്ന് വണ്ടി എടുത്താലുള്ള രീതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഇല്ല. 10 കൊല്ലം കൊണ്ട് തന്നെ 10 കൊല്ലത്തേക്കിന് ഒരു 5 പൈസയുടെ പണി വരത്തില്ല. ഒറ്റ കൊല്ലം 6 മാസം കൊണ്ട് നിങ്ങളുടെ മുതൽ ഊരിയെടുക്കാം വണ്ടിയുടെ. അതാണ് നമ്മുടെ നിന്ന് വണ്ടി എടുത്താലുള്ള പ്രയോജനങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനി അടുത്തത് നമ്മൾ പണിയാൻ പോകുന്ന എക്സ്ട്രാലിറ്റിയാണ്. ഇതിൻ്റെ മൊത്തം പണികളും തീർത്ത് പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. മൊത്തം ഇനി എല്ലാം ഫിറ്റ് ചെയ്ത് വരണം. ഇതിൻ്റെ ആയിരിക്കും വീഡിയോകൾ ഫുള്ളേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡികളൊക്കെ അവർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ബോഡി എല്ലാം ചെയ്ത് പുറകുവശം എല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ അടുത്തത്. ഇതിൻ്റെ മൊത്തം വർക്കുകളും ഇതേപോലെ തന്നെ എല്ലാം ചെയ്യുന്നത് നമ്മൾ ഇട്ടേക്കും വീഡിയോ. ഇതിൻ്റെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ലോക്കുകളും കാര്യങ്ങളും എല്ലാം മാറി വരും. ഡോറിൻ്റെ ലോക്കുകളും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കച്ചവടമായ വണ്ടിയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പണിഞ്ഞിട്ടായിരുന്നു. ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇത് പിന്നെയാണ് കച്ചവടമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് കച്ചവടമായി. അപ്പോൾ ഇത് പുള്ളിയുടെ ഇഷ്ട അനുസരിച്ചാണ് ഇതിൻ്റെ ബോഡികളും കാര്യങ്ങളും തകിടുകളും കാര്യങ്ങളും എല്ലാം അടിച്ചു വന്നിരിക്കുന്നത്. പുള്ളിയുടെ രീതിക്കാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് സ്റ്റാൻഡിൽ കിടന്ന് ഓടാനാണ്. അതിന് കാലൊക്കെ വേണമെന്ന് പറഞ്ഞു. കുത്തുകാലെന്ന് പറഞ്ഞാൽ മേളോട്ട് സാധനം വെച്ചുകൊണ്ട് പോകാനുള്ള സെറ്റപ്പിലെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ബോഡിയുടെ കിളത്തം കൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ പൈപ്പൊക്കെയാണ് ഈ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. ആ രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കണ്ടില്ല, അതിൻ്റെ അടിയെല്ലാം അടിച്ച് പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇഞ്ചിനും കാര്യങ്ങളും കേബിൾ ഐറ്റങ്ങളും ഡീസൽ പൈപ്പുകളും എല്ലാ ഐറ്റങ്ങളും ഇതിൻ്റെ അകത്ത് കയറാനുണ്ട്. ഇതിൻ്റെ ടയറുകൾ മാറാനുണ്ട്. അത് കാരണമാണ് ഇത് പെയിൻ്റ് അടിക്കാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇനി ഇഞ്ചിനെല്ലാം പണിഞ്ഞ് കയറണം ഇതിൻ്റെ അകത്ത്.
ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വയറിംഗ് കിറ്റ് കയറാനുണ്ട്, വീൽ ബെയറിംഗ് മാറാനുണ്ട്, ലൈനർ മാറാനുണ്ട്. ഇതെല്ലാം മാറി വരുന്ന ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ പണിയായിട്ട് ഇനി ഒരു വീഡിയോ വരുന്നുണ്ട്. എക്സ്ട്രാലിയുടെ ഇതിൻ്റെ എന്തൊക്കെ മാറുന്നുണ്ടെന്നുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇത് വലിയ അത്രയും ലെങ്തായിട്ട് വരത്തില്ല വീഡിയോ, എന്നാൽ ഇതിൻ്റെ പണിയെക്കുറിച്ചെല്ലാം ഒരു വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതായിരിക്കും ഇനി ലാസ്റ്റിൽ വരുന്ന വീഡിയോ. ഓക്കെ, അപ്പം എല്ലാവരും കമൻ്റ് ഇടുക.